നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുറച്ചു മുമ്പ് അമ്മ വിളിച്ചിരുന്നു. ഏട്ടനെയും കൂട്ടി അങ്ങോട്ട് വാ, അവിടുന്ന് വിഷുസദ്യ കഴിക്കാന്ന് പറഞ്ഞു. തൽക്കാലം അതൊന്നും വേണ്ട. നമ്മള് ഇവിടെ ഈ വീട്ടില് വിഷു ആഘോഷിക്കുന്നു. ഞാൻ അവരെ പോലെ മതില് ചാടിയൊന്നുമില്ലല്ലോ. വിഷുവായിട്ട് വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല കേട്ടോ. ഇത് കൊള്ളാലോ. കൈനീട്ടം കൊടുത്ത് വായിലിരിക്കുന്ന കേൾക്കേണ്ട അവസ്ഥയാ ഇപ്പൊ മാധവന്. പിന്നെ 50 രൂപ കൈനീട്ടം അല്ല, അതിനുള്ള വായിന്ന് പറഞ്ഞതാ. വിഷുവായിട്ട് എന്തിനാ മാധവേട്ട വസന്തി ദേഷ്യം പിടിപ്പിച്ചേ? എന്ത് ദേഷ്യം? പാലട പായസന്റെ മണം അടിക്കുമ്പോ അവളിങ്ങി വന്നോളും. അതുവരെയുള്ള ദേഷ്യം കാട്ടിലേ ഉള്ളു വസന്തയ്ക്ക്. ഇന്ന് സുചിത്ര ഇല്ലാത്തോണ്ട് വിഷുസദ്യ ഒരുക്കാൻ ഞാനും കൂടെ സഹായിക്കാം. പണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് നിനക്കൊരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ലായിരുന്നു. അന്ന് ആഹാരം പാചകം ചെയ്തിരുന്നത് ഞാനായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന അവിയലായിരുന്നു നിനക്ക് ഏറ്റവും ഇഷ്ടം. അതൊക്കെ ഓർക്കുമ്പോ എന്ത് സുഖമാ. അടുക്കളയിലേക്ക് മാത്രം അന്ന് ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടന്ന് പാചകമൊന്നും പഠിച്ചില്ല. കൊള്ളാം. വാ, നമുക്ക് തുടങ്ങാം. കൈനീട്ടത്തിന് നല്ല കനമുണ്ടല്ലോ. കൈനീട്ടത്തിന്റെ മൂല്യം പറയാൻ പാടില്ലെന്നാ. തരുന്നത് 1 രൂപയാണെങ്കിലും അത് വാങ്ങണം. എന്നാലും പറയാം, 11,111 രൂപയുണ്ട്. ഇതെന്താ വള്ളത്തോളവാർഡോ? വള്ളത്തോളപാട് 11,111 രൂപയല്ല, അത് 1,11,111 രൂപയാ. താങ്ക് യു ഏട്ടാ. എനിക്കില്ലേ കൈനീട്ടം. ഏട്ടനുള്ള കൈനീട്ടം കയ്യിലല്ല തരുന്നത്, പിന്നെ കവിളില്ല. കെട്ടിപ്പിടിച്ച് കവിളിലൊരുമ്മ. എങ്കി വൈകിക്കണ്ട, പെട്ടെന്ന് തന്നോ. ഏട്ടാ, കുറച്ചു മുമ്പ് അമ്മ വിളിച്ചിരുന്നു. ഏട്ടനെയും കൂട്ടി അങ്ങോട്ട് വാ, അവിടുന്ന് വിഷുസദ്യ കഴിക്കാന്ന് പറഞ്ഞു. തൽക്കാലം അതൊന്നും വേണ്ട. നമ്മള് ഇവിടെ ഈ വീട്ടില് വിഷു ആഘോഷിക്കുന്നു. നീ നേരത്തെ കാസിമിന് കൈനീട്ടം കൊടുക്കണ്ടെന്ന് ചോദിച്ചില്ലേ? കൊടുത്താളെ. കാസിമിന് നീ കൈനീട്ടം കൊടുത്താ മതി. മുൻപ് ഞാനിതൊന്നും ശീലാക്കിയിട്ടില്ലായിരുന്നല്ലോ. കാസിമിന് അറിയാലോ, എനിക്ക് അങ്ങനെ കൈനീട്ടം കൊടുക്കുന്ന പതിവൊന്നുമില്ല. ഇത് വർഷയുടെ ആഗ്രഹം. വാങ്ങിച്ചോ. ഈ നല്ല മനസ്സിന് പുണ്യം കിട്ടും മോളെ. മോള് ഭാഗ്യവതിയാ, മഹാലക്ഷ്മിയാ. മോള് വന്ന് കേറിയതോടെ ഈ കുടുംബം ഒരു ക്ഷേത്രമായി മോളെ.
അത്രയ്ക്ക് ഐശ്വര്യോ ആ മോള്. എടോ, തന്നെ. ഏട്ടാ എന്താ ഈ കാണിക്കുന്നേ? എന്തിനാ കാസിമിനെ ഉപദ്രവിക്കുന്നേ? വേണ്ട, ഇനി ഇവനവിടെ ജോലിക്ക് വേണ്ട. ഏട്ടാ അയാള് നീ പറഞ്ഞതനുസരിച്ചാ മതി. വർഷം അകത്ത് പോ, അകത്തേക്ക് കയറി പോവാൻ. എടോ, എന്റെ ഭാര്യയുടെ ദേഹത്ത് തൊടുന്നോടോ കളവാ, ഒന്നുകളയും ഞാൻ. ഇനി എന്റെ കൺമുന്നിൽ കണ്ടുപോരുത്. പോടാ. പോവാൻ. അല്ല കാസിം, അത് മറന്നേക്ക്. അയാളെ ഞാൻ ഒഴിവാക്കാതിരിക്കായിരുന്നു. നീ വാ. അല്ല അത് വർഷം ഇരിക്കുക. വാ. ആഹാരം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു, പിന്നെ എന്താ കഴിക്ക? എല്ലാം ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. സദ്യയല്ല, പകരം എന്റെ പ്രിയതമയ്ക്ക് ഇഷ്ടമുള്ള ബിരിയാണി. എല്ലാവരും സദ്യ കഴിക്കുമ്പോ നമ്മൾ ബിരിയാണി കഴിക്കുന്നു. അതിനെന്താ? ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ഇന്ന് ഞാൻ നിന്നെ ഊട്ടും. അത് വേണോ? പിന്നെ വേണം. കഴിക്കുക. ഞാനിതെന്താ കൊച്ചുകുട്ടിയോ മറ്റാണോ? നീ എന്നും എനിക്ക് കൊച്ചുകുട്ടിയല്ലേ? കഴിക്ക. ഇനി ഞാൻ വാരിത്തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.